പോലീസുകാരനാ, CI യാ. ഇപ്പൊ ഇയാളുടെ ദേഹത്ത് യൂണിഫോം ഇല്ല. എന്താ കാര്യമെന്നറിയോ? ഇവന്റെ അച്ഛൻ ചെയ്തു പറഞ്ഞ കൊലപാതകമില്ലേ, അത് മറച്ചു വെച്ച് കള്ള കേസ് ഉണ്ടാക്കിയതിന് കോടതി ഇടപെട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തതാ. ഈ 2 പേരും കള്ളന്മാരുടെ വാക്ക് വിശ്വസിച്ച് വരുണിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങള്. ചേട്ടാ, രാധി പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു നോക്ക്. ഇയാള് സസ്പെൻഡ് ചെയ്യപ്പെട്ടതും ഇവന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നതൊക്കെ അവര് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങളുടെ കൺമുനി നടക്കുന്നുണ്ടല്ലോ, ഇതുപോലും ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നതാ. അതും എനിക്കിപ്പോ സംശയമുണ്ട്. കാരണം എന്നെയും എന്റെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ നിൽക്കുന്ന 2 പേരും, ഈ നിൽക്കുന്ന മുത്തശ്ശിയും കൊച്ചുമോളും ഇല്ലേ, അത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങക്ക് കാര്യം ബോധ്യായോ? ബാക്കി നിങ്ങൾക്ക് കണക്ക് എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ നാളെ രാവിലെ കണിമംഗലം പരമേശ്വരന്റെ വീട്ടിലെത്തിയാ മതി. ഞങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഒരു മിനിറ്റ് മുത്തശ്ശി, എന്ത് ക്രൂരതയും കാണിക്കാൻ മടിയില്ലാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഇവളെയും കൊണ്ട് കണിമംഗലത്തിന്റെ പടി കയറാൻ വന്നാൽ ആ പടിക്കൽ തന്നെ നിങ്ങൾ തീരും. വാ. ഈ നാണം കെട്ടവന്മാരെ സഹായിക്കാനാണോ നമ്മൾ ഇത്രയും നേരം ഇവിടെ വന്നത്? നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോടാ.